Gospel for Unreached. Our mission is to spread the good news to the whole world through the internet. Jesus commissioned his disciples to go into all the world and preach the good news to all creation. Mark 16:15. Come, let us join our hands and hearts to reach the lost and tell them the love of Jesus. Therefore, go and make disciples to all nations. Life-changing sermons in several languages, CD, DVD, MP3, and Bible tracts are available free of cost. And if you would like to learn more and get involved with our ministry or sponsor a missionary orphan, please feel free to contact us by email at gospelunreached@yahoo.com or call us at 310-408-2823. Your comments and suggestions are very valuable to our ministry. We enjoy hearing from our visitors. Thanks for visiting. Please come back and visit us soon. May the Lord richly bless you. Thank you. ക്രിസ്തു എല്ലാവരിലും എല്ലാം ആകുന്നു. കൊലോസ്യർ 3:11. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ദൈവദാസന്മാർ അവരവർക്ക് ലഭിച്ച വിഷയ അടിസ്ഥാനത്തിൽ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാഠപുസ്തകത്തിൽ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുമുണ്ട്. മിക്കവാറും പേരത് നോക്കിയിട്ടുണ്ടാവും. അതിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കേണ്ട വിഷയം ഡേഞ്ചേഴ്സ് ഓഫ് ഫോർഗെറ്റ്ഫുൾനെസ്. മലയാളത്തിൽ പറഞ്ഞാൽ മറക്കുന്നതിൻ്റെ അപകടങ്ങൾ. ആരെ മറക്കുന്നത്? ഒരു സംശയമില്ല, നമ്മുടെ പൊതുവായ വിഷയത്തോട് ബന്ധപ്പെട്ടായിരിക്കും അത് വരിക. കർത്താവിനെ മറക്കുന്നതിൽ ഉള്ള അപകടങ്ങൾ. ദൈവം നടത്തിയ വഴികളെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ദൈവത്തിൻ്റെ കാര്യപരിപാടിയെയും നാം മറന്നു പോകുന്നത് പിന്നീട് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത വലിയ ദുരന്തത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. മറക്കുന്നത് മനുഷ്യർ തമ്മിലാകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൂടെ പറയും മറന്നുപോയി, വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ മറവി ചെറിയ കാര്യമായിട്ടല്ല ബൈബിൾ പറയുന്നത്. 50-ാം സങ്കീർത്തനം 22-ാം വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. നമുക്ക് വായിക്കാം 50-ാം സങ്കീർത്തനം 22-ഉം 23-ഉം വാക്യങ്ങൾ. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയുമില്ല. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ വചനത്തിനായി നന്ദി. ഇന്ന് ഈ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകിത്തരണമേ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ നമ്മൾ പലതും മറന്നുപോകും. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി എന്ന്. അതെ, അങ്ങനെ സംഭവിക്കാം. ഉറങ്ങാൻ മറന്നുപോയി,
അതും ചിലപ്പോൾ സംഭവിക്കാം. വസ്ത്രം തേക്കാൻ മറന്നുപോയി, ഷൂ പോളിഷ് ചെയ്യാൻ മറന്നുപോയി, പല കാര്യങ്ങൾ മറന്നു, വേണ്ടപ്പെട്ടവരെ ഫോൺ ചെയ്യാൻ മറന്നുപോയി. ഇങ്ങനെ പലതും നമ്മൾ മറക്കും. എന്നാൽ ശ്വാസം വലിക്കാൻ ആരും ഇന്ന് വരെ മറന്നുപോയിട്ടില്ല. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും ഇതുപോലെയാ. മറക്കാൻ കഴിയത്തില്ല. അത്ര ബന്ധത്തിലാ ദൈവം കാര്യങ്ങളെ വെച്ചിരിക്കുന്നത്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്. കൊമ്പിന് എങ്ങനെയാ ആ ചെടിയെ മറക്കാൻ പറ്റുക? വേറെ പലതും മറക്കാം, പക്ഷെ എങ്ങനെയാ മറക്കുക? അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിലയിലാണ് ദൈവം മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ കൊമ്പും മുന്തിരിവള്ളിയുമായിട്ടുള്ള ബന്ധം പറഞ്ഞെങ്കിലും മുന്തിരിവള്ളിയുടെ കൊമ്പിന് വ്യക്തിത്വമില്ല. എന്നാൽ മനുഷ്യന് വ്യക്തിത്വവും ഇച്ഛാശക്തിയും ഉള്ളതുകൊണ്ട് അവന് വേണമെങ്കിൽ മറക്കാം. പക്ഷേ ഒരിക്കൽ പോലും മറക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മെ കർത്താവ് തന്നോട് ബന്ധിപ്പിച്ചിരിക്കുക. അഥവാ കർത്താവ് നമ്മോട് പറയാൻ പോണത്, നിനക്ക് എങ്ങനെ എന്നെ മറക്കാൻ കഴിഞ്ഞു, നിനക്കെങ്ങനെ എൻ്റെ പ്രവൃത്തികളെ മറക്കാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യം നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയും. മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുമ്പോൾ താൻ എഴുതുന്ന ഒടുവിലത്തെ പുസ്തകത്തിൽ പഴയ കാര്യം മുഴുവൻ ഓർപ്പിക്കുന്ന ബുക്കാണ് ആവർത്തന പുസ്തകം. വാസ്തവത്തിൽ അതൊരു റിപ്പീറ്റേഷനാണ്. നടന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ അക്കമിട്ട് ഓർപ്പിക്കുക. കാരണം ദൈവം ഒന്നും വെറുതെ ചെയ്യുന്നില്ല. എല്ലാം വളരെ കാര്യഗൗരവത്തോടു കൂടെയാണ് ദൈവം ചെയ്തത്. തമാശയായിട്ട് ചെയ്തതല്ല, വെറുതെ എഴുതി നോക്കിയിട്ട് വലിച്ചു കീറാൻ വേണ്ടി ചെയ്തതല്ല. ദൈവം എല്ലാം കൃത്യമായിട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവം അതൊന്നും മറക്കുന്നില്ല. നാം അതെല്ലാം ഓർത്തിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം മറക്കരുതാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ധ്യാനിക്കുകയും വളരെ പ്രാർത്ഥിക്കുകയും അപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ ഒരു 5 കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, ദൈവത്തെ മറക്കുന്നവർ. 50-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെ മറക്കുന്നവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ആ സങ്കീർത്തനം 1 മുതൽ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മളൊരു ചെറിയ ഓടിച്ചൊരു നോട്ടം നോക്കിയാൽ ആരാ ഇവിടെ ദൈവത്തെ മറന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഞാൻ ആലോചിച്ചു, ഇത് നിരീശ്വരവാദിയുടെ കാര്യമാണോ പറയുന്നത്? അല്ല. ഇതൊരു പിന്മാറ്റക്കാരൻ്റെ കാര്യമാണോ? പിന്മാറ്റക്കാരനായിരിക്കാം, പക്ഷെ അങ്ങനെ വെളിപ്പെടുത്താത്ത ഒരാളുടെ കാര്യമാണ്. നോക്കാം നമുക്ക്. വാക്യം 16 മുതൽ ഞാൻ വായിക്കാം. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? ദുഷ്ടനെന്ന് വിളിച്ചെങ്കിലും ചട്ടം അറിയിക്കുന്ന ആളായി പുള്ളി. എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം? ചുരുക്കി പറഞ്ഞാൽ ഇയാളൊരു ഉപദേശിയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചട്ടങ്ങളെ അറിയിക്കുന്നവനും നിയമത്തെ വായിലെടുക്കുന്നവനുമാണ്. ഇദ്ദേഹം ഒരു പ്രസംഗിയാണെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ശാസനയെ വെറുത്തു. ഇംഗ്ലീഷിൽ ഡിസിപ്ലിൻ ഇഷ്ടപ്പെടുന്നില്ലെന്നാ.
ശാസനയെ വെറുത്തു, വചനങ്ങളെ നിന്റെ പുറകിലെറിഞ്ഞു. അപ്പൊ വചനം പ്രസംഗിക്കുന്നുമുണ്ട്, വചനം പുറകിൽ എറിയുന്നുമുണ്ട്. ഇത് രണ്ടും എപ്പോഴാ? വചനം മുമ്പിൽ വരുന്നത് ഞായറാഴ്ച, പുറകിൽ പോകുന്നത് തിങ്കൾ, ചൊവ്വ, ബുധനൊക്കെ. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ ഞാൻ പറയുക, എന്റെ വചനങ്ങളെ അറിയിക്കാനും എന്റെ ചട്ടങ്ങളെ പ്രസ്താവിക്കാനും നിനക്കെന്ത് കാര്യം? നീ എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു, നീ ശാസനയെ വെറുത്തു. സെൽഫ് ഡിസിപ്ലിൻ നിനക്ക് ഇഷ്ടമല്ല, മറ്റുള്ളവരെ ഡിസിപ്ലിൻ ചെയ്യുന്നത് നിനക്ക് ഇഷ്ടം. നീ പ്രസംഗിക്കും, പക്ഷെ ആ വചനം നിന്നെ തിരുത്താൻ നീ വിട്ടുകൊടുക്കുന്നില്ല. ഇത് പ്രസംഗിക്കാനുള്ള വചനമല്ല, പ്രായോഗികമാക്കാനുള്ള വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒരു വിശ്വാസിയെ കണ്ടിട്ട് നമ്മൾ ചോദിച്ചാല്, ഒരു 2-3 കൊല്ലമൊക്കെ സഭ വന്നു കഴിഞ്ഞവരോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട്, സന്തോഷമായിട്ടിരിക്കുന്നു? ആ, സന്തോഷമായിട്ടിരിക്കുന്നു. എന്നാലും സന്തോഷമാണ്. ആ, ചോദിച്ചു പിടിച്ച് വരുമ്പോൾ അവർക്ക് പ്രസംഗിക്കാൻ സമയം കിട്ടുന്നില്ലെന്നൊരു ചെറിയ സങ്കടം മനസ്സിൽ കാണും. അപ്പം ഞങ്ങളുടെ ആ പരിസരത്തൊരു സ്വതന്ത്ര സഭ 100-300 പേരായി. അപ്പം അവിടെ ഒരാൾക്ക് പ്രസംഗിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം വന്ന പുള്ളി ചെന്ന് അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ ചോദിച്ചു, ബ്രദർ ഏത് സഭയിൽ നിന്നാണ് വന്നത്? യാക്കോബായി നിന്നാ. എത്ര കൊല്ലം ആ സഭയിൽ നിന്നു? 42 കൊല്ലം. എത്ര ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്? ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അതെന്താ ഇവിടെ വന്നപ്പോഴത്തേന് ഇങ്ങനെ ഒരു അസുഖം തുടങ്ങിയത്? അതെ, അപ്പൊ പ്രസംഗിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മളെല്ലാവരും. ആരും ഒട്ടും പുറകിലല്ല. പക്ഷെ അത് നിന്റെ ജീവിതത്തിൽ വരുത്താൻ നിനക്ക് താല്പര്യമുണ്ടോ? നീ ശാസനയെ വെറുത്തു. സ്തോത്രം. എന്റെ വചനങ്ങളെ നിന്റെ പുറകിലെറിഞ്ഞു. വ്യക്തി ജീവിതത്തിൽ വചനം പുറകോട്ട് മാറ്റും. ചെയ്യരുതാത്തത് ചെയ്യുകയും പറയരുതാത്തത് പറയുകയും ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുമ്പോൾ വചനം മുമ്പിൽ വരും. വചനം നമ്മെ വിലക്കും. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനങ്ങളെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആ വചനം കയറി വന്നിട്ട് നോ എന്ന് പറയുമ്പോൾ അതിനെ പുറകോട്ട് മാറ്റും. നീ എന്റെ വചനത്തെ നിന്റെ പുറകിൽ എറിഞ്ഞു. ഇനി സംഗതി മോശമായി വരിക. അടുത്തത്, വചനം പുറകോട്ട് എറിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാവുന്ന നിലയിലേക്ക് വരും. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു. പരസ്യമായിട്ട് കക്കുന്നില്ല, കള്ളനുമായിട്ട് പുള്ളിക്ക് ബന്ധമുണ്ട്. വ്യഭിചാരികളോട് പങ്കുകൂടുന്നു, പരസ്യമായിട്ടല്ല. നിന്റെ വായ നീ ദോഷത്തിന് പറയാമെന്ന നിലയിൽ എത്തിച്ചേരുന്നു. നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തതുമെന്ന ഇങ്ങനെ പറയാമെന്നേ ഉള്ളൂ. സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ ലെവലില്ലാതെ വർത്തമാനം പറയാം. പിന്നെ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നിന്റെ നാവ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. അപ്പോൾ സഹോദരനെന്നും അമ്മയുടെ മകനെന്നും പറഞ്ഞതുകൊണ്ട് ആദ്യം പറഞ്ഞത് സഭയിലെ സഹോദരനും രണ്ടാമത് പറഞ്ഞത് വീട്ടിലെ സഹോദരനുമായിട്ട് നമുക്ക് എടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ സംസാരിക്കുകയാണ്. നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. സ്വന്തം കൂടപ്പിറപ്പിനെയാണെങ്കിലും അപവാദം പറയാൻ ബുദ്ധിമുട്ടില്ലാത്ത നിലയിലേക്ക് ഈ ആൾ എത്തിച്ചേർന്നു. വചനം പ്രസംഗിക്കുന്നവൻ എന്നാണ് ഇവനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. അടുത്തത്, നീ ഇത് ചെയ്തു ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. അപ്പൊ ഇവൻ വാസ്തവത്തിൽ ദൈവത്തെ മറക്കുകയാണോ ചെയ്തേ? ദൈവത്തെ മറക്കുന്നവരെന്ന് വിളിച്ചെങ്കിലും ഇവന് സംഭവിച്ചിരിക്കുന്നത് ഇവൻ ദൈവത്തെ തെറ്റിദ്ധരിക്കുക ചെയ്തത്. ഇവനെ പോലെയാ ദൈവമെന്ന് ധരിച്ചു. നമുക്ക് പറ്റാവുന്ന ഒരു അബദ്ധമാണ്. നമ്മൾ ദൈവത്തെ ശരിക്കും അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നമ്മളെപ്പോലെ ആയിരിക്കും ദൈവമെന്ന് നാം ധരിച്ചു. അതുകൊണ്ടല്ലേ ലോകത്തിൽ ഈ
ദൈവത്തിന് പൈസ കൊടുത്ത് കാര്യം നടത്താമെന്ന് ആളുകൾ ധരിച്ചത് എന്താ? മനുഷ്യന് പൈസ കൊടുത്താൽ കാര്യം നടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിനും പൈസ കൊടുത്താൽ മതി എന്നൊരു ധാരണ മതങ്ങളിൽ വന്നത്. മനുഷ്യനെ പോലെ ദൈവത്തെ കാണുന്നു. ആരോ ഇങ്ങനെ പറഞ്ഞു, ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി, മനുഷ്യൻ തന്റെ സാദൃശ്യത്തിൽ ദൈവത്തെ ഉണ്ടാക്കിയെന്ന്. അതെ, മനുഷ്യൻ അവന്റെ മനോഗതം പോലെ ഒരു ദൈവശാസ്ത്രം രൂപപ്പെടുത്തിയെടുത്തു. ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച നിന്റെ കണ്ണിൻ മുമ്പിൽ അവയെ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വെടിയിപ്പാൻ ആരും ഉണ്ടാകില്ല. നെഗറ്റീവായൊരു വാക്കാണത്. ഇതൊരു പബ്ലിക് മീറ്റിംഗ് ആണ്. ഇവിടെ സുവിശേഷം കേട്ടിട്ടില്ല, പുതുതായിട്ട് വിശ്വാസത്തിൽ വരുന്നവരുമുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, കൃപയുടെ ഒരു പ്രമാണത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ യേശു കർത്താവ് മടങ്ങി വരിക എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഈ ബൈബിളിൽ പറയുന്നിടത്തൊരിടത്തും കൃപ കാണുന്നില്ല. സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം കൃപയാ മുഴുവനും. എന്നാൽ യേശു കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പറയുന്ന ഒരു സ്ഥലത്തും കൃപയല്ല, ഒരു ചെറിയ കനിവ് പോലും കാണുന്നില്ല. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒടുവിൽ വീണ്ടും പറയാം. 10 കന്യകമാരുടെ ഉപമയെടുത്താലോ, മത്തായി 7 ആളുകൾ ഉണ്ടല്ലോ, കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല എന്ന് പറഞ്ഞ ആ ഭാഗത്തെ ആളുകളെ എടുത്താലോ, 2 പേർ ഒരു കിടക്കമേലായിരിക്കും, ആ ഭാഗം എടുത്ത് പഠിച്ചാലോ, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പോലും കർത്താവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. അപ്പൊ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ദൈവത്തെയാ കാണുന്നത്, കൃപയില്ലാത്ത ഒരു കർത്താവിനെയാ കാണുന്നത്. തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് അവൻ വരുന്നത്. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ ദൈവത്തെ സേവിക്കണം. അപ്പൊ ഇളകാത്ത രാജ്യം പ്രാപിക്കണമെങ്കിൽ ഭയത്തോടുകൂടെ വിറയലോടുകൂടെ നിങ്ങളെ തന്നെ ഡിസിപ്ലിൻ ചെയ്തണം എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. ആ വാക്യമൊക്കെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വാക്യമാണ്. നമ്മളെ സഭാ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ ഒക്കെ നമ്മൾ വിട്ടുവീഴ്ച അനുഭവിച്ചിട്ടുള്ളവരും വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളവരുമാണ്. പക്ഷെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഒരു കൊച്ചു വാക്യം പോലും ഒരു വിട്ടുവീഴ്ച, ഒരു എക്സ്ക്യൂസ് തരുന്നതായിട്ട് കാണുന്നില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലെന്ന് പറഞ്ഞാൽ എത്ര ഭയത്തോടെ നാം ആ വാക്യം ഇന്ന് രാത്രി കാണേണ്ടതാണ്, എത്ര ഗൗരവത്തോടെ നാം ഇതിനെ എടുക്കേണ്ടതാണ്. ആകയാൽ ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുകയും ദൈവത്തെ മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്ന ഞാനും നിങ്ങളും ദൈവത്തെ വ്യക്തി ജീവിതത്തിൽ മറന്ന് ജീവിക്കുന്നു എങ്കിൽ അതിനെക്കുറിച്ച് ഒരു മാനസാന്തരമുണ്ടാകുവാൻ ഈ വചനം നമ്മുടെ ഹൃദയത്തോട് വളരെ ശാന്തമായും വ്യക്തമായും ഇടപെടുന്ന രാത്രിയത്രേ ഇത്. ദൈവം പറയുന്നു, ഞാൻ നിന്നെ കീറിയാൽ വിടുവിക്കാൻ ആരും ഉണ്ടാകുകയില്ല. അതെത്രയോ ഞെട്ടിപ്പിക്കുന്ന വാക്യമാണ്, അതെത്രയോ ഭയപ്പെടുത്തുന്ന വചനമാണ്. എന്താ പാപം ഇവന്റെ പേരിലുള്ളത്? ദൈവത്തെ മറന്നു എന്നുള്ളതാണ്. നമുക്കിന്ന് രാത്രി ഒന്നുകൂടെ ദൈവത്തെ ഓർക്കാം, ദൈവത്തിന്റെ സ്വഭാവത്തെ ഓർക്കാം, ദൈവത്തിന്റെ പ്രവൃത്തി ഓർക്കാം. നമ്പർ 2, 106 സങ്കീർത്തനം 13-14 വാക്യങ്ങൾ വായിച്ചാട്ടെ. എങ്കിലും അവൻ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു, എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു. അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. പ്രവൃത്തികളെ മറന്നു. അപ്പൊ രണ്ടാമത്തേത് ദൈവപ്രവൃത്തി
മറന്നവർ, ദൈവപ്രവൃത്തി മറന്നവർ. വായിക്കാം. മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു, നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു. മറന്നു, കാത്തിരുന്നില്ല, മോഹിച്ചു, പരീക്ഷിച്ചു. ഇങ്ങനെ അവരുടെ തകരാറുകൾ താഴോട്ട് എഴുതിയിരിക്കുക. മറന്നാൽ പിന്നെ കാത്തിരിക്കുകയില്ല. അവർ അവന്റെ പ്രവൃത്തികളെ മറന്നു, അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നില്ല. എന്താ കാര്യം? കാത്തിരിക്കേണ്ട ആവശ്യമില്ല, തന്നെ ചെയ്യാൻ അറിയാം. അവർ ദൈവത്തിന്റെ പ്രവൃത്തി മറന്നു, കാത്തിരുന്നില്ല. ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു. ദൈവം ഇസ്രായേലിന് അനവധി അസാധാരണ അത്ഭുതങ്ങൾ ചെയ്ത് അവർക്ക് മറക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവരെ കാണിച്ചു. പക്ഷേ നന്മ വരുമ്പോൾ, സമൃദ്ധി വരുമ്പോൾ, നല്ല കാലം വരുമ്പോൾ അവരിത് മറന്നുപോകും. ഇതിവർക്ക് കൂടെ കൂടെ സംഭവിക്കുകയാണ്. അവർ ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് കാത്തിരിക്കുകയില്ല, അവർ കയറി പ്രവർത്തിക്കും. ഇന്ന് ഈ ദൂത് നമ്മോട് ദൈവം പറയുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് സാമ്പത്തികം ഇല്ലാഞ്ഞപ്പോൾ നാം ദൈവത്തിനായി കാത്തിരിക്കും. സാമ്പത്തികമുള്ളപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ഇല്ലെങ്കിലും കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ള ഒരു മിഥ്യാധാരണ നമ്മുടെ തലയ്ക്ക് പിടിക്കും. അതാണ് അപകടത്തിന് കാരണം. വാസ്തവത്തിൽ നമ്മൾ വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന വിഷയമാണ് ധനം എന്ന വിഷയം. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും സ്തോത്രകാഴ്ച എടുക്കുന്ന നേരത്ത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനെക്കുറിച്ചൊരു സ്റ്റഡി ഇല്ല. ധനത്തെക്കുറിച്ച് യേശു എന്തു പറഞ്ഞു, ധനവും ദൈവസഭയും, ഇതിനെക്കുറിച്ച് ഒരു ആധികാരികമായ പഠനം നമുക്ക് ലഭ്യമല്ല. നിങ്ങളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പൂനായിലെ സെമിനാരിയിലെ അധ്യാപകൻ പോൾസൺ സാർ ഇറക്കിയ ഒരു CD ഉണ്ട്, യേശുവും മാമോനും. അത് കേട്ടാൽ പുതിയ നിയമത്തിൽ ധനത്തെക്കുറിച്ചുള്ള യേശു കർത്താവിന്റെ കാഴ്ചപ്പാട് ഒരുവിധം വിശദമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഇന്ന് ദൈവം ഒരുപാട് ഉയർച്ച തന്നിട്ടുണ്ട്. സാമ്പത്തിക ഉയർച്ച പാപമൊന്നുമല്ല. സാമ്പത്തിക ഉയർച്ച ദൈവം തരും. ദൈവം അല്ലാതെ ആരാ തരിക? അത് പ്രാർത്ഥിച്ചാൽ ലഭിക്കും. പക്ഷേ അത് നമ്മെ നശിപ്പിക്കരുത്, അത് നമ്മെ കൺട്രോൾ ചെയ്യരുത്, അത് നമ്മെ തകർക്കരുത്. നമുക്ക് സാമ്പത്തിക വിഷയം സംസാരിക്കുന്നത് ഇഷ്ടമല്ല. സ്ത്രീകളോട് പ്രായവും പുരുഷന്മാരോട് ശമ്പളവും ചോദിക്കരുതെന്നാ ഒരു വെപ്പ്. എത്രയാ ബാലൻസ് എന്ന് ആരോടും പറയത്തില്ല. പിന്നെ ബുദ്ധിമുട്ടാന്ന് കൂടുതൽ പറയുന്നത് കൂടുതലുള്ളവരായിരിക്കും. ഇതൊക്കെ നമ്മൾ കണ്ടുപഠിച്ച ചില സത്യങ്ങൾ. യേശു കർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം പഠിച്ചേ പറ്റൂ. അതെ, എന്തുകൊണ്ട് നാം ദൈവത്തിനായി കാത്തിരിക്കുന്നില്ല? എന്തുകൊണ്ട് നാം ദൈവാലോചനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല? നമുക്ക് ചെയ്യാൻ വഴികളുണ്ട്. നമുക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ലെങ്കിലും പണം കൊണ്ട് നടത്താൻ കഴിയും പല കാര്യങ്ങളും. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. അവർ ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു. സഭയോടുള്ള ബന്ധത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കാമെങ്കിൽ അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാ. അവൻ അടങ്ങിയിരിക്കുന്ന ദൈവമല്ല. അവൻ റിട്ടയർ ചെയ്ത ദൈവമല്ല. അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവമേ, നിന്റെ പ്രവർത്തികൾ കൊണ്ട്
നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. മൂഢനത് അറിയുന്നില്ല, മൃഗപ്രായൻ അത് മനസ്സിലാക്കുന്നതുമില്ല. എന്നാൽ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ജീവിതത്തിൽ കുഴഞ്ഞു മറിഞ്ഞ ഒരു പ്രശ്നത്തിലാണ് നീ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്നതെങ്കിൽ ദൈവത്തിന് ഒരു പ്രവൃത്തി അതിൽ ചെയ്യാനുണ്ട്. പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇവനിങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് യേശുവിന്റെ ഉത്തരം, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ദൂത് കേട്ടുകൊള്ളുക. ദൂത് നിന്റെ വ്യക്തി ജീവിതത്തിൽ ആണെങ്കിൽ, കുഴഞ്ഞ ഒരു കൺഫ്യൂഷൻ ആണെങ്കിൽ, പ്രതിബന്ധമാണെങ്കിൽ, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ദൂത് കേട്ടുകൊള്ളുക. ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടാണ് ഈ പ്രതിസന്ധിയിൽ നിന്നെ അടച്ചത്. ചവിട്ടി പൊളിച്ച് പുറത്തിറങ്ങരുത്. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുക. സഭയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അവർ ദൈവപ്രവൃത്തിയെ മറന്നു കളഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസിയോടും ചോദിച്ചാൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ എണ്ണി എണ്ണി പറയാൻ പറ്റും, എണ്ണി എണ്ണി പറയാൻ പറ്റും. എങ്ങനെയാ ദൈവം പ്രവർത്തിച്ചിട്ടുള്ളത്? നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത വഴികളല്ലേ ദൈവം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു മോർദെഖായി കുറച്ച് പാവപ്പെട്ടവരും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഒരു മനുഷ്യനും കയറി ചെല്ലാൻ പറ്റാത്ത സ്ട്രോങ് സെക്യൂരിറ്റി ഉള്ള രാജകൊട്ടാരത്തിനകത്ത് ദൈവത്തിന്റെ ദൂതൻ കേറിപ്പോയിട്ട് രാജാവിനോട് പറഞ്ഞു, ഇന്ന് ഉറങ്ങണ്ടെന്ന്. തിരിയുന്നുണ്ടോ ഞാൻ പറയുന്നത്? രാജകൊട്ടാരത്തിൽ നിനക്ക് കേറാൻ പറ്റില്ല, പക്ഷെ നിന്റെ പ്രയർ അവിടെ കേറും. അതവിടെ കേറിയാൽ നിനക്ക് വേണ്ടി ചില പേപ്പർ അവിടെ നീക്കും, ചില പേപ്പർ നിനക്ക് വേണ്ടി നീക്കും. അങ്ങനെ നീക്കിയാൽ ഹല്ലേലൂയ, കോടികൾ മുടക്കിയാൽ പരിഹരിക്കാൻ മേലാത്ത വിഷയം ആ പേപ്പർ പുറത്തു വന്നാൽ നടക്കും. ദൂത് ഏറ്റെടുത്ത് വിശ്വസിച്ചോ? കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യേ. ദൈവപ്രവർത്തിക്കായി എന്താ കാത്തിരിക്കാത്തെ? ദൈവസഭ പ്രതിസന്ധിയിലാണെങ്കിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കാത്ത എന്താ? ദൈവസഭയ്ക്ക് കൈകാര്യം ചെയ്യാൻ മേലാത്ത ഒരു പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇന്ന് രാത്രി യോഗത്തിൽ പങ്കെടുക്കുന്ന എത്ര പേർ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നുണ്ട്? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, വെറുതെ ആവേശത്തിൽ കൈവക്കരുത്. കൃത്യമായും വ്യക്തമായും ഞാൻ ദൈവപ്രവൃത്തി കണ്ടിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ എന്ന് പറയാൻ പറ്റുന്നവരത് കൈ ഉയർത്തി പിടിച്ചേ. ആ ദൈവം ഇന്ന് പ്രവർത്തിക്കുമോ? ആ ദൈവത്തിന് എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. അവൻ പാറയടിച്ചു, വെള്ളം പുറപ്പെട്ടു, സത്യം. എന്നാൽ മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? എന്താ വാക്യത്തിന്റെ അർത്ഥം? അത് എഴുതിയിരിക്കുന്ന 78 സംഘത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത്. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി, സത്യം. എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? എന്താ ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം? അയ്യോ, അത് പണ്ടാരാണ്ട് പറഞ്ഞതല്ല, അല്ല ഇപ്പൊ നമ്മൾ പറയുന്ന വേറെ രൂപത്തിലാന്നേ ഉള്ളൂ. അയ്യോ, പണ്ടൊക്കെ ദൈവം രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, എന്നാ ഇപ്പൊ അങ്ങനെ ചെയ്യല.
കാരണം ഇപ്പം മരുന്ന് നമ്മുടെ കയ്യിലുണ്ടല്ലോ. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്ടർമാരില്ല. ഇന്ന് ദൈവം നമ്മളെ മാനിച്ചു, നമ്മുടെ മക്കളെല്ലാം ഡോക്ടർമാരായി. നമുക്കിപ്പോൾ എന്തിനാ രോഗസൗഖ്യം? വല്ലവരും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെന്ന് കേട്ടാൽ അവരോട് തന്നെ ഇപ്പം ഇഷ്ടമല്ല. യോഗത്തിന് പോയച്ചു എന്ന് പറയുന്ന അവിടെ വചനമില്ലായിരുന്നു, മുഴുവൻ രോഗശാന്തിയായിരുന്നു. രോഗശാന്തിയെങ്കിലും ഉണ്ടല്ലോ. ഈ വചനം മുഴുവൻ പറഞ്ഞിട്ട് വല്ല മാറ്റം വന്നോ നിന്റെ ജീവിതത്തിൽ? അതുകൊണ്ട് രോഗശാന്തി ചെറുതൊന്നും അല്ല, രോഗശാന്തി വലുതാ. അത് രോഗികൾക്കേ മനസ്സിലാവുള്ളൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി എന്താ നടക്കാത്തെ? എല്ലാരും വേണമെങ്കിൽ ഇങ്ങനെ പ്രസംഗിക്കും, ആ വിഷയമൊക്കെ എടുത്ത് പ്രസംഗിക്കും. പക്ഷേ പറഞ്ഞു വരുമ്പം പറയുന്നത് എന്നാണെന്നറിയോ? ഓ ഇപ്പൊ അങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു വിശദീകരണം ചോദിച്ചാൽ ദൈവത്തിന് വയസ്സായോ, റിട്ടയർ ആയോ, അതോ കാലം കഴിഞ്ഞു പോയോ? അങ്ങനെയൊന്നും അല്ല അതിന്റെ കാര്യം. നമുക്ക് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാൻ മനസ്സില്ല. പക്ഷെ ദൈവപ്രവൃത്തിക്ക് ഒരു പ്രശ്നമുണ്ട്. ദൈവപ്രവൃത്തി നമ്മുടെ സമയത്തല്ല വെളിപ്പെടുന്നത്, ദൈവപ്രവൃത്തി ദൈവത്തിന്റെ സമയത്താണ് വെളിപ്പെടുന്നത്. പക്ഷെ ഇന്ന് രാത്രി ദൈവം ഒരു ചോദ്യം ചോദിക്കുക, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും? ഹല്ലേലൂയ. അവർ ദൈവപ്രവൃത്തിയെ മറന്നു. ഇന്ന് രാത്രിയിൽ കുമ്പനാട് കൺവെൻഷനിൽ ആർത്തിയോടെ പങ്കെടുക്കുന്ന വിശ്വാസി, നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചന കേട്ടുകൊള്ളുക. നീ വിശ്വസിക്കുന്ന ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ ഇന്ന് രാത്രിയിലും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ ഒരു പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിക്കും, അവൻ ഒരു പാവപ്പെട്ടവൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു കൊച്ചു കുടിലിനകത്തിരുന്ന് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദൈവ പ്രവർത്തി പ്രതീക്ഷിച്ചോ? 2013 അവർ ദൈവപ്രവൃത്തിയെ മറന്നു. മൂന്നാമത്തെ കാര്യം, ദൈവ സ്നേഹം മറന്നവർ. വചനം വായിപ്പിക്കുന്നില്ല. 2 പത്രോസ് 1:9 മുൻകഴിഞ്ഞ പാപങ്ങളുടെ മോചനം മറന്നവർ. ഹ്രസ്വദൃഷ്ടി ഉള്ളവൻ വിശ്വാസത്തിൽ വന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് കാണിച്ച കരുണ മറന്നുപോയി, ദൈവം അവന് കൊടുത്ത സ്നേഹം മറന്നുപോയി. വലിയ തുക കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിവില്ലാതെ ഉടമസ്ഥൻ പിടിച്ചപ്പോ കാലേ വീണ് കരഞ്ഞു. ഉടമസ്ഥൻ മനസ്സലിഞ്ഞു, കടം എഴുതി തള്ളിയിട്ട് വീട്ടിലോട്ട് പോകുമ്പം ഒരു ചെറിയ കടം യവനോട് മേടിച്ചവനെ കണ്ടിട്ട് അവന്റെ കഴുത്തേ കയറി പിടിച്ചു. എത്ര നല്ല ഉപമയാ കർത്താവ് പറഞ്ഞത്. ഇനിയൊന്നും വ്യാഖ്യാനം വേണ്ട, അത് വായിച്ചാൽ മതി. സ്തോത്രം. എന്താ ഇവന് സംഭവിച്ചത്? ഇവന് ലഭിച്ച സ്നേഹം ഇവൻ മറന്നുപോയി, ഇവന് ലഭിച്ച കരുണ ഇവൻ മറന്നുപോയി, ഇവന് ലഭിച്ച പാപമോചനം ഇവൻ മറന്നുപോയി. നമ്മൾ കൂടി വരുമ്പോഴൊക്കെയും ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ മരണത്തെ ഓർക്കണം. അതിനാണ് അപ്പവീഞ്ഞുകൾ സഭാമധ്യത്തിൽ പ്രാർത്ഥിച്ച് നാം ഒരുമിച്ച് പങ്കിടുന്നത്. ഞായറാഴ്ച നടക്കാൻ പോവുക. എന്തിനാ അത് വെച്ചത്? ദൈവസ്നേഹം മറക്കാതിരിക്കാൻ, ദൈവസ്നേഹത്തെ ഓർക്കുവാൻ, നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിനെ മറക്കാതിരിക്കാൻ വേണ്ടി തമ്പുരാൻ കൽപ്പിച്ച് തന്നിരിക്കുക. പക്ഷെ അത് ഞായറാഴ്ച മാത്രം ഓർത്താൽ മതിയോ? ഇവിടെയും പെട്ടെന്ന് മതം കയറുക. മതം ഞാൻ വിശദീകരിക്കാം. നമ്മൾ കർത്താവിനെ ഓർക്കുന്നത് അപ്പം ഓർക്കുമ്പോൾ മാത്രമാണോ? അല്ല. നമ്മൾ കർത്താവിന്റെ മരണത്തെ ഓർക്കുന്നു അപ്പം മാത്രമാണോ? അല്ല. പൊതുസഭയായി നാം അത് ഓർക്കുന്നു, പൊതുവിൽ ശുശ്രൂഷ ചെയ്യുന്നു. പക്ഷെ നാം എപ്പോഴും അത് ഓർക്കണ്ടേ? ഇവിടെ മതം കയറുന്നു ഞാൻ പറഞ്ഞതെന്നു പറയാം. ഞായറാഴ്ച വരുമ്പോൾ ഒരു ഭയങ്കര ഭക്തി, കർത്തൃമേശ കാണുമ്പോൾ ഒരു കണ്ണുനീര്. അതൊരു കപടഭക്തി അല്ലേ? സത്യം പറ, നെഞ്ചത്ത് കൈവച്ചോണ്ട് പറ, അതൊരു കള്ളത്തരല്ലേ? 24 മണിക്കൂറും ആ ഭക്തി സൂക്ഷിക്കണമെന്നല്ലേ പ്രമാണം? എനിക്ക് വേണ്ടി മരിച്ച കർത്താവിന് ഞാൻ പറഞ്ഞ് ഓരോ നിമിഷവും ജീവിക്കേണ്ടവരല്ലേ ഞാനും നിങ്ങളും? കർത്തൃമേശയുടെ സമയത്ത് ഓവറായിട്ട് ആളുകളെ ഇമോഷണൽ ആക്കുന്നതാണോ അവിടുത്തെ ഉദ്ദേശം? അതിനൊക്കെ സ്പെഷ്യലിസ്റ്റായ ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ കപടഭക്തി, അതൊന്നും വളർത്തരുത്. 24 മണിക്കൂറും അതേ ലെവലിൽ ജീവിക്കാനാ നിന്നെ വിളിച്ചിരിക്കുന്നേ. കർത്താവിനെ
അവന്റെ സ്നേഹത്തെ, അവന്റെ മരണത്തെ മറക്കരുത്. കർത്താവിന്റെ തുപ്പലേറ്റ മുഖം, മുൾക്കിരീടം അടിഞ്ഞ മുഖം, തല എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ പാപം ചെയ്യാൻ പറ്റൂല, തെറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം ഇനിയും ഞാൻ കർത്താവിനെ വേദനിപ്പിക്കത്തില്ല. ഇത് സ്നേഹത്തിൽ നിന്നാ. വിശുദ്ധ ജീവിതം നിയമത്തിൽ നിന്നല്ല, സ്നേഹത്തിൽ നിന്നാ. കൽപ്പന ഭാരമുള്ളതല്ല. 1 യോഹന്നാൻ 5:2 ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പന ഭാരമുള്ളതല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവവചനം പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പന ഭാരമുള്ളതല്ല. ഇത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ ദൈവകൽപ്പന ഭാരമുള്ളതല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അല്ലാത്തവർക്ക് ഇത് ഭയങ്കര ഭാരമാണ്. അതെ അതെ, പുതിയ നിയമം അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഭൂമിയിൽ നടക്കുന്ന സകല കാര്യത്തിന് എതിരാണ് ഈ പുസ്തകം. ഞാൻ ഒരൊറ്റ വാക്യം ഈ വർഷത്തെ PYP ക്യാമ്പിലെ ചിന്താവിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം ഈ വർഷം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിക്കുക, എൻ്റെ പൊന്ന് പാസ്റ്ററെ, KSRTC ബസ്സിൽ ഒരു സീറ്റ് പോലും കിട്ടുകയില്ല സൗമ്യതയുള്ളവർക്ക്. സൗമ്യതയുള്ളവർക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒരു സീറ്റ് പോലും കിട്ടുകയില്ല. മുമ്പിൽ നിൽക്കുന്നവരെ തട്ടിമറിച്ചിട്ട് കയറിയല്ല സീറ്റ് കിട്ടുള്ളൂ. അന്നേരമാണോ ഭൂമിയെ കൈവശമാക്കാന്ന് പറയുന്നത്? സൗമ്യതയുള്ളവർക്ക് ഒന്നും കിട്ടുകയില്ല, ഒന്നും കിട്ടുകയില്ല. വല്ല മൂലയിലും ഇരിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ആർക്കാ? എങ്ങനെയെങ്കിലും മുമ്പിൽ എത്തിക്കോണം. അത് എതിലെയാ വന്നെന്നൊന്നും വിഷയമല്ല. എതിലെവിടെ മേളിൽ കയറിക്കും, ജനലിൽ കൂടെ കയറുവോ, മോളിൽ കൂടെ കയറി കയറെ കെട്ടിച്ച എതിലെ ആയാൽ എന്നെ ഫ്രണ്ടിൽ വന്നാ പോരെ. എവിടെ യേശു? എവിടെ ഗിരിപ്രഭാഷണം? അതിന് ഗിരിപ്രഭാഷണം എവിടെ പ്രസംഗിക്കുന്നു? സങ്കീർത്തനം വായിച്ച് അതിൽ നിന്നൊരു പ്രബോധനം പറഞ്ഞു കഴിയുമ്പോൾ സന്ധ്യയായി ഉഷസ്സുമായി ഒരു ഞായറാഴ്ച തീർന്നു. ദാവീദ് ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേനും സഭായോഗം കഴിയും. ദാവീദ് പുത്രനെ കാണാൻ നേരെയില്ല. പിണങ്ങരുത്. സങ്കീർത്തനം വായിക്കേണ്ടെന്നൊന്നും പറഞ്ഞില്ല, പറയുകയില്ല. പക്ഷെ ജീവിതം മുഴുവൻ അതിൽ കിടന്ന് കറങ്ങരുത്. ദാവീദിന്റെ അടുത്തുനിന്ന് ദാവീദ് പുത്രന്റെ അടുത്തോട്ട് വാ. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ളത് അവർക്ക് ചെയ്യുവീൻ. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. സൗമ്യതയുള്ളവർ ഭാഗ്യവാനാണ്. എന്റെ കർത്താവേ, ഇത് എന്തൊരു വാക്യ! ഇത് മധുവായിക്കകത്തെന്ന് പറയാൻ കൊള്ളാം, റേഷൻ കടയിൽ പോലും നിന്ന് പറയാൻ പറ്റുകയില്ല. ആധാർ കാർഡിന് ക്യൂ നിൽക്കുമ്പോൾ ഈ വാക്യം ഓർത്തു പോയോ കാർഡ് കിട്ടുകയില്ല. റെയിൽവേ ടിക്കറ്റിന് ക്യൂ നിൽക്കുമ്പോൾ ഈ വാക്യം ഓർക്കരുത്. അപ്പൊ ബൈബിൾ പ്രമാണം എളുപ്പമല്ലെന്നായി പറഞ്ഞു. സൗമ്യതയുള്ളവർ വാക്യം അവർക്കൊന്നും കിട്ടുകയില്ലെന്നാക്കണം. പക്ഷേ ദൂത് മറുവശം കേട്ടോണം. വാളുകൊണ്ടും തോക്കുകൊണ്ടും ബോംബ് കൊണ്ടും ഇവിടെ രാജ്യങ്ങൾ സ്ഥാപിച്ചു. എന്നിട്ടിപ്പോൾ എവിടെ? അവരുടെ പേരിപ്പോൾ ഇവിടെ ഒന്ന് ഉറക്കം വിളിച്ചാൽ അപ്പുറത്തെ വീട്ടിലെ നായ ഓടി വരും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായി? തോക്കുകൊണ്ടും വാളുകൊണ്ടും ബോംബ് കൊണ്ടും രാജ്യം സ്ഥാപിച്ചവരുടെ പേര് ഇപ്പൊ ഇവിടെ ഒന്ന് വിളിച്ചാൽ അപ്പുറത്തെ വീട്ടിലെ ഡോബർമാൻ ഓടി ഇവിടെ വരും. എന്താ ഇങ്ങനെയൊക്കെ വന്നത്? തമ്പുരാൻ അറിയാതെയല്ല, അറിഞ്ഞോ? ഇത്രേ ഉള്ളിത്. പിടിച്ചെടുക്കുന്നതും വെട്ടിപ്പിടിക്കുന്നതും തട്ടിപ്പറിക്കുന്നതും ഇത്രേ ഉള്ളൂ. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ. ഇത്രേ ഉള്ളതേ. യേശു കർത്താവ് സൗമ്യത കൊണ്ട്, സ്നേഹം കൊണ്ട്, ക്ഷമ കൊണ്ട് ഒരു രാജ്യം സ്ഥാപിച്ചു. ആ രാജ്യത്തിൽ ആള് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ കൂടിക്കൊണ്ടിരിക്കുകയാണോ? ഉറച്ചു പറഞ്ഞാട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിൽ ചിലർ ആ രാജ്യത്തിൽ കയറാൻ ഇവിടെ ക്യൂ നിൽക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാജ്യത്തിൽ കയറാൻ വരുമ്പോൾ യേശു പറയുന്നത് എന്നാണെന്നറിയോ? ഇങ്ങോട്ട് വന്നാൽ മതി, ഇങ്ങോട്ട് സൈക്കിളെ വന്നാൽ അങ്ങോട്ട് കാറേ പോവും. അങ്ങനെയൊന്നുമല്ല യേശു പറയുന്നത്. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ പ്രമാണം മനസ്സിലാക്കണം. ആദ്യം തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത്
അതും പോരാ, എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ ഭാര്യയോ കാറിനെയോ വീടിനെയോ പൊസിഷനെയോ സ്നേഹിക്കുന്നവന് ഇതിലെ നടക്കാവുന്നേ ഉള്ളൂ. എൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റുകയില്ല. അയ്യോ, എൻ്റെ പാസ്റ്റർ ശിഷ്യനാകണമെന്ന് ആർക്കാ നിർബന്ധം? എന്നാ അത്രയും തുറന്നു പറഞ്ഞതിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. യേശു രാജ്യം സ്ഥാപിച്ചിരിക്കുക. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മ. അതിനകത്തോട്ട് വരാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുക. ഈ കുരിശെടുക്കാൻ, ഈ നിന്ന ചുമക്കാൻ, ഈ അപമാനം സഹിക്കാൻ ലോകം മുഴുവനും ആയിരങ്ങൾ കൈ ഉയർത്തി നിൽക്കുക. ഹല്ലേലൂയ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഈ കൈവശമാക്കുക, അവകാശമാക്കുക തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്നറിയോ? കൈവശമാക്കുക എന്ന് പറഞ്ഞിട്ട് ഈ മൈക്ക് ഇപ്പം എൻ്റെ ഇല്ല. 7:30 ഇത് കയ്യിൽ നിന്ന് കൊടുത്തില്ലെങ്കിൽ വിവരം അറിയും. സ്വത്രം. എന്നാൽ അവകാശമാക്കുക എന്ന് പറഞ്ഞാലേ എൻ്റെ അപ്പൻ എനിക്ക് തന്ന ഭൂമിയാണ്. അത് നിങ്ങൾ ആരൊക്കെ എന്നാലും പറഞ്ഞാൽ അത് എനിക്കും എൻ്റെ പിള്ളേർക്കുമാണ്. അതാ സൗമ്യതയുള്ള കൈവശമാക്കുമെന്നല്ല, അവകാശമാക്കും. പിടിച്ചു പറിച്ചവനോ കൈവശമാക്കും. സമയമാകുമ്പോൾ വേറെ ആരെങ്കിലും കൊണ്ടുപോകും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജീസസ്. എനിക്ക് 2 എണ്ണം കൂടെ പറയാനുണ്ടോ? ഞാൻ വേഗം പോവുക. 4-ാമത്തെ കാര്യം, ദൗത്യം മറന്നവർ. പെട്ടെന്ന് വായിച്ചു. 1 കൊരിന്ത്യർ 9:16. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. 4-ാമത്തെ കാര്യം, ദൗത്യം മറന്നവർ. സുവിശേഷം അറിഞ്ഞവർ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ സുവിശേഷം അറിയാത്തവർ എങ്ങനെ രക്ഷിക്കപ്പെടും? വേണമെങ്കിൽ എഴുതി വെച്ചോ പാഠപുസ്തകത്തിന്റെ സൈഡിൽ. സുവിശേഷം അറിഞ്ഞവർ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ സുവിശേഷം അറിയാത്തവർ എങ്ങനെ രക്ഷിക്കപ്പെടും? ഓക്കെ, നമ്മൾ സുവിശേഷം അറിയിക്കുന്നത് എവിടെയാ? നമ്മൾ സുവിശേഷം അറിയിക്കാൻ എന്താ ഇപ്പൊ ചെയ്യുന്ന അതിനുള്ള നമ്മുടെ പ്രോജക്റ്റ് എന്താ? നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആകെ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന കൺവെൻഷൻ. എല്ലാവരും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞു, പൊതുവിലൊരു ബോധവൽക്കരണത്തിന് വേണ്ടി പറയുക. ഇന്ന് നമ്മൾ കേരളത്തിൽ നടക്കുന്ന ഒരു കൺവെൻഷനും സുവിശേഷീകരണത്തിന് വേണ്ടിയല്ല. ഒരു 10% മാറ്റി വെച്ചോ, ബാക്കിയാ പറയുന്നത്. കേരളത്തിൽ നടക്കുന്ന ഒരു കൺവെൻഷനും സുവിശേഷീകരണത്തിന് വേണ്ടിയല്ല. സ്തോത്രം. അതെന്താ പാസ്റ്ററെ അങ്ങനെ പറഞ്ഞു? എന്നോട് ചെവി പറഞ്ഞ കാര്യ. സമയമാകുമ്പം ചെവി പറയും, വിശ്വാസികളാകട്ടോ ഒന്ന് അറിഞ്ഞ് സംസാരിച്ചേക്കണം. ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ, ഞായറാഴ്ച വിശ്വാസികൾക്ക്, തിങ്കളാഴ്ച വിശ്വാസികൾക്ക്, വെള്ളിയാഴ്ച വിശ്വാസികൾക്ക്, കൺവെൻഷനും വിശ്വാസികൾക്ക്. വല്ല മാറ്റമുണ്ടോ? സുവിശേഷം പറയാനുള്ള യോഗം എവിടെയാണ് ഇനി വെക്കുന്നത്? എപ്പോഴാണ് വെക്കുന്നത്? സ്തോത്രം. എന്നിട്ടോ ഒരു കപടമായ പ്രാർത്ഥന. ഇന്ന് രാത്രി പാപികൾ രക്ഷിക്കപ്പെടണം. ഒറ്റ പാപി വന്നിട്ടില്ല. വെറുതെ എന്തിനാ ഇത് പ്രാർത്ഥിക്കുന്നത്? ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകണം. അത് വന്നിട്ടുണ്ടെങ്കിൽ സൗഖ്യമാകുകയില്ല. കാരണം സൗഖ്യമാകുമെന്ന് പ്രതീക്ഷ ഉണ്ടല്ലേ സൗഖ്യമാവുള്ളൂ. ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യമായതുകൊണ്ടാണ്. പിന്നെ എന്തോ അവിടെ നടക്കാൻ പോണേ? വിശ്വാസികൾ ശക്തിപ്പെടണം. അത് ശക്തിപ്പെടുന്നുണ്ടെങ്കിൽ നല്ലത്. ഒരു കപട പ്രാർത്ഥനയാണ്. 2 പാപികൾ വരുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ വരട്ടെ. ഞാൻ പറഞ്ഞതിന്റെ സത്യസന്ധമായ വശം പറയാം. സുവിശേഷം കേട്ടിട്ടില്ലാത്ത സ്ഥലത്ത് സുവിശേഷ യോഗം നടത്തുന്നതിനെ കുറിച്ച് ഇച്ചിരി ഗൗരവമായിട്ട് ചിന്തിക്കണം. ഇന്നുവരെ ഭൂമിയിൽ സുവിശേഷ പ്രസംഗം നടക്കാത്ത സ്ഥലങ്ങളുണ്ടെന്നേ, കേരളത്തിലുണ്ടെന്നേ. പയ്യാവൂർ ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചപ്പം, കൺവെൻഷൻ ഒന്നുമല്ല, കവലയിൽ പ്രസംഗിച്ചപ്പോൾ അവർ പറയാ, ഭൂമി ഉണ്ടായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ സുവിശേഷ പ്രസംഗം നടക്കാത്ത സ്ഥലം കേരളത്തിലുണ്ട്, ഇന്ത്യയിൽ ഒരുപാടുണ്ട്. പിന്നെ ഈ നടന്നു മുഴുവൻ എവിടെയാ? പത്തനംതിട്ട ജില്ലയില്. യോഗം കഴിയുമ്പോൾ പറയും, ആമേൻ കർത്താവേ വേഗം വരണമേ. കർത്താവ് ചോദിക്കും, എങ്ങനെ വേഗം വരാനാ? എന്തോ ഒരു സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കാനുണ്ട്. സ്തോത്രം. ദൗത്യം മറന്ന സഭ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുക. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി പണം മുഴുവൻ കളയുക. ഒരു ട്രാക്ടർ അടിക്കാൻ കാശില്ല.
ഇത്രയും പറഞ്ഞ് ഞാൻ വിടുക. സുവിശേഷം അറിയിക്കുന്നതിലേക്ക് എത്ര ഫണ്ട് മാറ്റിവെച്ചു? സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ പിറവം എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നു. അവിടെ മർത്തോമാക്കാരില്ല, ഇവാഞ്ചലിക്കക്കാരില്ല. പിന്നെ ഉള്ളത് കത്തോലിക്ക, യാക്കോബായ, ഹൈന്ദവ സഹോദരങ്ങളാണ്. അപ്പം തന്നെ അറിയാം സുവിശേഷ വെളിച്ചം എത്രയുണ്ടെന്ന്. കഴിഞ്ഞ കാലങ്ങളിൽ അധ്വാനിച്ച ദൈവദാസന്മാരും ഇപ്പോൾ അധ്വാനിക്കുന്നവരുടെയും പരിശ്രമ ഫലമായി ദൈവകൃപയാൽ കുറച്ചു പേരൊക്കെ മുമ്പോട്ട് വരുന്നുണ്ട്. അവിടെയുള്ള കൊച്ചു സഭ ഈ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി സുവിശേഷയോഗം നടത്താൻ സമർപ്പിച്ചു. 10 കൺവെൻഷൻ ഈ കൊല്ലം നടത്തി. 2012 10 എണ്ണം കഴിഞ്ഞു. അടുത്ത 10ന്റെ ഫണ്ട് റെഡിയായി കഴിഞ്ഞു. അവിടുത്തെ മിഷണറി ഇന്ന് പകൽ ഇവിടെ സംസാരിച്ചു. സ്തോത്രം. അപ്പൊ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാ. നമ്മുടെ കുഞ്ഞുങ്ങള് ഗുണം വരണമെങ്കിൽ അവരുടെ ഉള്ളിൽ മിഷൻ കൊടുക്കണം. ഞാൻ തുറന്നു പറയുക, ഇല്ലെങ്കിൽ നാം ഗുരുതരമായ പാപമാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നാം കൊടുക്കേണ്ടത് മിഷനാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നാം കൊടുക്കേണ്ടത് ഇലക്ഷൻ അല്ല, മിഷനാണ്. കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സഭ വലുതായി കഴിയുമ്പോൾ അതിന് ഭരണ സംവിധാനം വേണം. അത് ഉത്തരവാദിത്വമുള്ളവർ, പ്രായമുള്ളവർ, സീനിയേഴ്സ് ആലോചിച്ച് ചെയ്യട്ടെ. കുഞ്ഞുങ്ങളുടെ മനസ്സിലോട്ട് അത് കൊടുക്കരുത്. ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ മിഷൻ കൊടുക്കുക, മിഷൻ കൊടുക്കുക. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളെ കുറിച്ചുള്ള ദർശനം കൊടുക്കുക. അവൻ പോകട്ടെ. ഈ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ പാട്ടുപാടിയ അതിശയം നടക്കുകയില്ല. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം നടക്കണമെങ്കിൽ മിഷൻ ഫീൽഡിലോട്ട് പോകണം. അപ്പം നടക്കും. അവിടെ വെള്ളം വീഞ്ഞാകും, അവിടെ എരുമ സൗഖ്യമാകും, അവിടെ പ്രാർത്ഥിച്ച വണ്ടി ഓടും, എല്ലാം നടക്കുന്നേ. ഇവിടെ നടക്കേണ്ട കാര്യമില്ല, നടക്കുകയുമില്ല. സുവിശേഷം എത്താത്ത സ്ഥലത്ത് പ്രവർത്തിക്കുന്നവർക്കറിയാം അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികളിൽ വായിക്കുന്നത് പോലെ ദൗത്യം മറന്ന സഭ. കുഞ്ഞുങ്ങളുടെ മനസ്സിലെങ്കിലും ഒരു വലിയ ദർശനം കൊടുക്കണം. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒന്ന് പോകാൻ നമ്മുടെ കുട്ടികളെ ഉത്സാഹിപ്പിക്കുക. 100 മൈൽ യാത്ര ചെയ്താലും ഒരു സഭ കാണാനില്ലാത്ത സ്റ്റേറ്റുകളിലേക്ക് ഈ പിള്ളേരെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്. ജീസസ്. 5ാമത്തെ കാര്യം, കർത്താവിന്റെ വരവ് മറന്ന സഭ. പെട്ടെന്ന് വായിച്ചേക്കണേ. വെളിപ്പാട് 3:2-3. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. നീ ഉണരുന്നവരെ ഞാൻ നിൽക്കും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയും ഇല്ല. നീ ഉണരാതിരുന്നാൽ, നീ ഉണരുന്നവരെ ഞാൻ നിൽക്കുമെന്നല്ല. നീ ഉണരാതിരുന്നാൽ നീ അവിടെ കിടക്കും, ഞാൻ വരും. കർത്താവിന്റെ വരവ് മറന്ന സഭ. 2013 ജാനുവരി 1-ാം തീയതി ഞാനൊരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കാൻ പോയി. അവിടെ 86 89 വയസ്സുള്ള ഒരു പാസ്റ്റർ യോഗം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ചെറുപ്പക്കാരല്ലേ, എൻ്റെ ഒരു നിർദ്ദേശമുണ്ട്, സ്വീകരിക്കുകയോ തള്ളിക്കളയോ ചെയ്യാം. ഞാൻ പറഞ്ഞു വെച്ചാ എല്ലാ യോഗത്തിലും ഒരു 5 മിനിറ്റ് എങ്കിലും കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയണേ. ഞാൻ ചോദിച്ചു, അപ്പച്ചൻ എന്നെ അത്ര വിഷമം വന്നേ? ആരും ഇപ്പം ഇത് മിണ്ടുന്നില്ല. ഇവിടെ സാമ്രാജ്യം പണിയാനുള്ള പ്രസംഗം ആ മുഴുവനും കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഒന്ന് പറയണേ എന്ന് ആ വൃദ്ധൻ 2013 ജാനുവരി 1-ന് പറഞ്ഞത് എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ കത്തുകയാണ്. പത്രോസ് മരിക്കാറായപ്പോൾ എഴുതിയ ലേഖനമാ 2 പത്രോസ്. എൻ്റെ കൂടാരം പൊളിയാറായി, അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ പോവുക, കർത്താവ് വരാറായി. ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകരുതെന്ന് വിചാരിച്ചിട്ടാ.
അതുകൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരാകണം. എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരാകണം. എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരാകണം. എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരാകണം. എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരാകണം. എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരാകണം. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെട്ട സ്റ്റേജാണ് ഇതെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ആദിമകാല അപ്പോസ്തോലന്മാരെല്ലാവരും തന്നെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. അത് മഴ, ഇടിവെട്ടി മഴ പെയ്യുന്നത് പോലെ ഒഴുകുകയായിരുന്നു ആത്മപ്രവാഹമായ യോഗത്തിൽ. ആളുകളൊക്കെ ലോകം മറന്ന് ഭൗതികത വിട്ട് എടുത്തു ചാടാൻ കാരണം കർത്താവ് വരാറായി എന്ന ചിന്തയാണ്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് വേറെ കുറെ സബ്ജക്റ്റ് കയറി പന്തലുകൾ കൈയടക്കി. പ്രിയപ്പെട്ടവരെ, കർത്താവ് വരും. അവന്റെ പേര് വരുവാനുള്ളവൻ എന്നാ. ഇനി എത്രയോ അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. വരുവാനുള്ളവനെന്ന് വേറെ ആർക്കും പേരില്ല. വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അവൻ പറഞ്ഞു, ഞാൻ പോകും, ഞാൻ സ്ഥലമൊരുക്കും, ഞാൻ വരും, നിങ്ങളെ ചേർക്കും, എന്റെ ഒപ്പം ഇരുത്തും. യേശു കർത്താവ് ബോഷ്ക്ക് പറയുവോ? എന്തിനാ ബോഷ്ക്ക് പറയുന്നേ? അവന് ബോഷ്ക്ക് പറയേണ്ട കാര്യമില്ല. കാരണം അവൻ പറഞ്ഞാൽ അത് നടത്താൻ അവന് കഴിവുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ബോഷ്ക്ക് പറയുന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ലേ അല്ലേ? നമുക്ക് കട്സ് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ചെറിയ വ്യാജമൊക്കെ പറയുന്നത്. തൻ്റെ ഇടമില്ലെന്ന് അതിൻ്റെ അർത്ഥം. യേശു കർത്താവ് എന്തിനാ നുണ പറയുന്നത്? പച്ചവെള്ളം വീഞ്ഞാക്കാൻ കഴിയുന്നവൻ എന്തിനു നുണ പറയണം? വരാൻ കഴിയില്ലെങ്കിൽ അവൻ വരുമെന്ന് പറയില്ല. അവന് വരാൻ കഴിയും. അവന് നിന്റെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. കഴിയും കഴിയും കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടും. കർത്താവ് മടങ്ങി വരും. വരുവാനുള്ളവൻ വരും, പോകാനുള്ളവർ പോവും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ ഓർക്കുവാൻ, കുറച്ചുകൂടെ കർത്താവിൻ്റെ പ്രവൃത്തികളെ അറിയുവാൻ, അതിനായി കാത്തിരിക്കുവാൻ, കുറച്ചുകൂടെ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ, കുറച്ചുകൂടെ സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ, കുറച്ചുകൂടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തി, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വളരെ